ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരുപാട് നാളിന് ശേഷമുള്ള വീഡിയോ ആണ്. കാരണം എപ്പോഴും മടി കൊണ്ട് വീഡിയോ ഇടാറില്ല. അപ്പം ഇന്ന് എനിക്ക് സൺഡേ ഡ്യൂട്ടി ഉണ്ട്. ഞാൻ വിചാരിച്ചു അതന്നെ ഇടാന്ന്. ഇതാണ് നമ്മളെ സൈഡിലുള്ള കുറച്ച് ഗാർഡൻ. സംഭവം അടിപൊളിയല്ലേ, എനിക്കിഷ്ടമായി. അങ്ങനെ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് നടന്നു പോവാണ്. ഇന്ന് എനിക്ക് 7 o'clock ആണ് ഡ്യൂട്ടി. എൻ്റെ മോളെ രാവിലെ എഴുന്നേറ്റ് വന്നതാണ്. ഇവിടെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ കണ്ടൊരു പേപ്പർ എടുത്തിട്ട് തിരുവോണം ബമ്പർ 25 കോടി എടുത്താലേ അടിക്കൂ എന്നുള്ള ന്യൂസിൽ ഒരാളെ കണ്ടു. അതാണ് നമ്മൾ മാവേലി. അവരെ നോക്കി നിന്നായിരുന്നു. അപ്പം പഞ്ച് മെഷീൻ ഓണാക്കി അവിടെ വേഗം പോയി പഞ്ച് ചെയ്തു. അങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. കാരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. ഞാൻ ഡെയിലി വെള്ളം കുടിക്കാറുണ്ട്, നിങ്ങളെല്ലാവരും കുടിക്കണം കേട്ടോ. അങ്ങനെ ഒരു കൂട്ടം താക്കോലുമായിട്ട് നേരെ യൂണിറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് അറിയില്ല ഞാൻ താക്കോൽ തന്നു. കുറച്ച് സമയം ഞാൻ തിരിച്ച് അടിച്ചു. ലാസ്റ്റ് പൂട്ടൊന്ന് തുറന്നു. പക്ഷേ എന്തുകൊണ്ടും എനിക്ക് വാതിലങ്ങ് തുറന്നിടുന്നില്ല. ഞാൻ കുറച്ച് സമയം തള്ളി കളിച്ച് നോക്കി. പിന്നെയാണ് ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ ഈ തള്ളിക്കൊണ്ടിരിക്കുന്ന വാതിലല്ലേലും തള്ളേണ്ടത്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വാതിൽ 2 അക്ഷരത്തിൽ തള്ളുക പുഷ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാണം കെട്ടിച്ചില്ല. അങ്ങനെ അതൊക്കെ തുറന്നിട്ട് ഇതാ OP മൊത്തത്തിലൊന്ന് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഒന്ന് കളറാക്കി. അതിനുശേഷം എൻ്റെ സിസ്റ്റമൊക്കെ ഒന്ന് ഓൺ ചെയ്തു. ഇതാണല്ലോ മെയിൻ സിസ്റ്റം. അങ്ങനെ അത് ഓണൊക്കെ ആക്കി. അതിനുശേഷം ഈ CPU-ൻ്റെ കളി കണ്ടില്ലേ, എത്ര സമയം ഞാൻ ഉന്തി കളിച്ചു തുടങ്ങി. ഞാൻ അതിന് വെച്ചാൽ പ്രേതങ്ങാനും കൂടിയതാണ്. അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞ് EMR സിസ്റ്റമൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തു. ഇതെന്താ വെച്ചാൽ ID കാർഡിൽ പെന്ന് വെക്കുന്നത്. നമ്മൾ ഇങ്ങനെ വെച്ചാൽ നമ്മുടെ പെന്ന് മിസ്സാവില്ല. മാത്രം നമ്മൾ പെന്ന് എടുക്കാൻ മറക്കുകയും ചെയ്യില്ല. എൻ്റെ ബുദ്ധി അപാരം തന്നെയാണ് കേട്ടോ. അതിനുശേഷം എന്താ രജിസ്റ്റർ എടുത്ത് ഒന്ന് സൈൻ ചെയ്തു. വീഡിയോ എടുക്കുന്നതുകൊണ്ട് സൈൻ ചെയ്തത് ചെറുതായിട്ടൊന്നും അങ്ങോട്ടായിപ്പോയി. വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ബ്രേക്ക് ആയ സമയത്ത് ഒരു ചോക്കോ പായ്, ഐ ലവ് ഇറ്റ്. അതിനുശേഷം നമ്മുടെ ബ്രെഡ് പൊരിച്ചത് 2 നമ്മൾ പാത്രത്തിൽ അമർത്തി വെച്ചതും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയായപ്പം പേഷ്യൻ്റ് എല്ലാവരും പോയി. പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് നമ്മൾ പുതിയ സോഫ കേട്ടോ. എപ്പോഴും വിചാരിക്കും സോഫ ആണെങ്കിൽ ഇരിക്കണം. പിന്നെ ടൈം കിട്ടാത്തതുകൊണ്ട് ഇരിക്കാറില്ല. അങ്ങനെ അതിന് മുമ്പ് നമ്മൾ വിരാട് കോഹ്ലിനെയും കണ്ടു. പിന്നെ ഒരുത്തി പഞ്ച് ചെയ്ത പാട് ഞാൻ ബാക്കിലേക്ക് പോയി വേഗം പഞ്ച് ചെയ്തു. അപ്പം വണ്ടി അടിച്ചാൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളേ. ബൈ.